രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാമ്പതയേ നമോ നമഃ. തന്മൂലം ഗുണവാനെപ്പോലെയായിതോ ഭവാൻ തുന്മകാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഗ്യ. വിദ്യ എന്നല്ലോ ചൊൽവു നിവർത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം. പ്രവർത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായേ പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെ അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസേകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. തന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരിൽ ഏതും സംശയം ഓർത്താൽ. ആകയാൽ തൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരിൽ ഏതും സംശയമോർത്താൽ. തൽഭക്തി സ്വദാഹീനന്മാരായുള്ളവർക്ക് എല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീ രമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപദേ. സാധുസംഗതി തന്നെ മോക്ഷകാരണം എന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ. ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ദുൽഭക്തന്മാരായി നിവൃത്താകില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യാസ കർമ്മക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതാൽപരന്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദിസമ്പന്നന്മാരായി ഏകാന്തേ ശമതമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണേ രതിയുണ്ടാകും. കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും. വിജ്ഞാതം എന്നാൽ ഗുരുമുഖത്തിങ്കൽ നിന്ന് ഇതെല്ലാം. ആകയാൽ തൽഭക്തിയും നിങ്ങളെ പ്രേമവായ്പും രാഘവ സദാ സംഭവിക്കണമേ ദയാനിധേ. തൊൽപാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനർ എപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതോ മമ ജന്മം എന്നു
മൽക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനു സാഫല്യമുണ്ടായി വന്നു, ഇന്നല്ലോ സഫലമായി വന്നിതു അന്നേത്രവും. സീതയാസാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ, സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട, നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുദേ. കുംഭസംഭവന്നിധി സ്തുതിച്ച് ഭക്തിയോട് എമ്പാരിതന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോട് കൊടുത്തു ഖഡ്ഗത്തോട് ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഓവാരബോധമായ രാക്ഷസവംശം നിന്നാൽ ഉപദേ വിനഷ്ടമായിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോട് രാക്ഷസപദത്തിനായി മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമി തീരെ നല്ലൊരു ആശ്രമം ചമച്ചു. അതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ. ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുക എന്ന് ഉടൻ അനുജ്ഞ നൽകി മുനി. ശ്രുത്വൈത്തൽ സ്തോത്രസാരം അഗസ്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ വിക്ഷേപിച്ചു. വീണുടൻ നമസ്കരിച്ച് അഗസ്ത്യപാദാംബുജം യാത്രയും അയപ്പിച്ചു. സുമിത്രാത്മജനോടും പ്രീത്യ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. സംപൂജ്യരായ സജ്ജനങ്ങളെ, ഭരതനെ പറഞ്ഞയച്ചതിന് ശേഷം അവർ നേരെ ഇനി അരണ്യകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് ഈ അരണ്യകാണ്ഡം എന്ന് പറഞ്ഞാൽ? അരണ്യകാണ്ഡം എന്ന് പറഞ്ഞാൽ അവിടെ ഘോരമായ ജന്തുക്കളാണ്, കൊടും കാട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ കലിയുഗത്തിലെ മനുഷ്യന്മാർ പോകുന്ന മാതിരി. അപ്പോൾ അരണ്യകാണ്ഡത്തിലേക്ക് പോകുമ്പോൾ അവിടെ ജന്തുക്കൾ, പാമ്പുകൾ, ക്ഷുദ്രജീവികളുടെ കേന്ദ്രമാണ്, ഇടതൂർന്ന വനമാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ നേരെ പറയാണ് ലക്ഷ്മണോട്, ലക്ഷ്മണ നീ മുന്നിൽ നടക്ക, 4 പാടും നോക്കി ലക്ഷ്മണ മുന്നിൽ നടക്ക്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഒരു ഉപദേശം കൊടുക്കുക. നല്ലൊരു ഉപദേശമാണല്ലോ. ഇന്നത്തെ കലിയുഗത്തിൽ ജീവിക്കുന്ന കോളേജിൽ പോകുന്ന പെൺകുട്ടികൾ, സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു ഉപദേശം അപ്പം ശ്രീരാമചന്ദ്രൻ. ലക്ഷ്മണ, ഇത് അരണ്യകാണ്ഡമാണ്, നീ മുന്നിൽ നടക്ക. ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാ. ലക്ഷ്മണൻ മുന്നിൽ നടക്കണം, സീത അതിൻ്റെ പിന്നിൽ. സീത എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ. അത് സങ്കല്പ കേൾപ്പ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? കണ്ണ് അങ്ങോട്ട് നോക്കരുത് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അങ്ങോട്ട് നമുക്ക് നോക്കിയേ തീരൂ. അത് കേൾക്കരുത് പറഞ്ഞാലോ അത് കേട്ടേ തീരൂ. ആദ്യം നമ്മൾ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ മുഴുവൻ അതാണ്. അപ്പം മനസ്സ് സങ്കല്പ വികല്പ.
നേരെ പിന്നിൽ ശ്രീരാമചന്ദ്രനാ. അപ്പോൾ പറയാണ്, ലക്ഷ്മണ നീ വില്ലും അമ്പെടുത്തോ, ആയുധം എടുത്തോ. കാരണം എന്താ? ബുദ്ധിയാണല്ലോ. നേരെ നോക്ക്, ക്ഷുദ്രജീവികളുണ്ട്, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതാണ്. ഇത് ഈ കലിയുഗത്തിലേക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് കോളേജ് കലാലയങ്ങളെല്ലാം തന്നെ ഒരു അരണ്യകാണ്ഡമായി മാറിയിരിക്കുകയാണ്. അവിടെ MDMA പോലെയുള്ള മയക്കുമരുന്നുകളുടെ കേന്ദ്രമായിരിക്കുകയാണ്. അപ്പോൾ ഈ ഉപദേശം ആർക്കാണെങ്കിൽ കോളേജിൽ പോകുന്ന പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കാണ്, ആൺകുട്ടികൾക്കും ആവാം. കാരണം എന്താ? കോളേജ് പറഞ്ഞാൽ കുട്ടികളോട് പറയാം, ശ്രദ്ധിച്ചോ, അതൊരു അരണ്യകാണ്ഡമാണ്. അവിടെ ക്ഷുദ്രജീവികൾ എന്ന് പറഞ്ഞാൽ MDMA പോലുള്ള മയക്കുമരുന്നുകളുടെ കേന്ദ്രമാണ്. അതുകൊണ്ട് എന്ത് വേണമറിയോ? ഭഗവാൻ കൂടെയുണ്ട്, മനസ്സെങ്ങോട്ടും പതറരുത്, ബുദ്ധി സ്ഥിരമായിരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ അരണ്യകാണ്ഡം. നമുക്ക് കാണാൻ കഴിയുന്നു, കോളേജിലേക്ക് പോകുന്ന പെൺകുട്ടികൾക്ക് എവിടെ നിന്ന് നെഗറ്റീവ് എനർജിയാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് കിട്ടാം, കോളേജിൽ നിന്ന് കിട്ടാം. അപ്പോൾ എന്ത് വേണം? അച്ഛനമ്മമാർ പറഞ്ഞു തരുന്ന ആ ഉപദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കടമ അധ്യയനമാണ്, മനത്തിനെ ഉയർത്താനുള്ള അധ്യയനത്തിനാണ് പോകുന്നുള്ളൊരു ചിന്ത. ബുദ്ധി എപ്പോഴും മുന്നിലേക്ക് നിൽക്കണം. ഗണപതി ഭഗവാനെ മാറി, ഗണപതിക്ക് വലിയൊരു തലയാണല്ലോ. അപ്പം നമ്മൾ ഗണപതിക്ക് ഭഗവാന് ഒരു രൂപം കൊടുത്തിട്ട് എന്തുകൊണ്ടാണ്? ഗണപതിക്ക് വലിയൊരു തല എന്താ? ഉയർന്ന ചിന്തകൾ വേണമെന്നാ. ഗണപതിക്ക് വലിയൊരു ചെവി കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ്? ധാരാളം കേൾക്കണം എന്നാണ്. ഗണപതിക്ക് ചെറിയ കണ്ണ, എന്തുകൊണ്ടാണ്? എല്ലാറ്റിനെയും നമ്മൾ സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടി നോക്കണമെന്നാ. ഗണപതിക്ക് ഒരു തുമ്പിക്കൈ കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ്? എല്ലാ ഭാഗത്തെയും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കണം എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ ഈ ഉപദേശം അരണ്യകാണ്ഡം എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിനെ പിടിച്ചു കെട്ടണം, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. കാരണം എന്താ? മനസ്സ് പതറും, മനസ്സ് ചഞ്ചലമാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. കാമത്തിൻ്റെ പിന്നാലെ പോവും, ക്രോധത്തിൻ്റെ പിന്നാലെ പോവും, മോഹത്തിൻ്റെ പിന്നാലെ പോവും. അതുകൊണ്ട് ലക്ഷ്മണ നീ ശ്രദ്ധിച്ചിരിക്കുന്നതാണ്. അങ്ങനെ അരണ്യകാണ്ഡത്തിൽ പ്രവേശിച്ചവർ പിന്നെ അവിടെ അഗസ്ത്യനുമായിട്ടുള്ള കൂടിച്ചേർത്ത്. അഗസ്ത്യൻ കത്തിരിക്കുകയാണ് ഈ അതിൽ ആ അഗസ്ത്യ സ്തുതി വളരെ വിശേഷ. നീ വരുന്നതും പാർത്തു ഞാനിരുന്നു മുന്നം, ദേവകളോടും കമലാസനോടും ഭവാൻ പറഞ്ഞ അങ്ങനെ ഇനി ആ സ്തുതി തുടങ്ങുന്നത് തന്നെ നിന്നെ കാത്തിരിക്കുകയാണ്. ആ മഹാപ്രഭുവിനെ കലിയുഗത്തിൽ തൻ്റെ മനസ്സിന് ആനന്ദം പകരുന്ന അദ്ദേഹത്തെ കാത്തിരിക്കുക എന്നാണ്. ആ അഗസ്ത്യ സ്തുതി അത് കുറച്ച് പാരായണം ചെയ്യാൻ സാധിച്ചാൽ, അത് മനസ്സിൽ നമുക്ക് കുറച്ച് തെളിയിക്കാൻ സാധിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കൽമഷങ്ങളും മാറ്റുന്നതാണ്. അപ്പോൾ ഈ രാമായണത്തിൽ ഓരോ സ്തുതികളും അത് തന്നെയാണ്. ആ സ്തുതികൾ നമ്മൾ മനനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ കൽമഷങ്ങളായിട്ടുള്ള കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം, അസൂയ, കുശുമ്പ, പിന്നെ എന്തൊക്കെയാ ചാവാം, ഇതൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഈ അരണ്യകാണ്ഡത്തിൽ പ്രവേശിക്കുമ്പോൾ ഇനി ഒന്നും കൂടി ശ്രദ്ധ വേണമെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെങ്കിൽ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഒരു 3 വയസ്സ് വരെ ദൈവത്തെ അമ്മമാർ നോക്കി, പിന്നെ ഒരു 10-13 വയസ്സായി കഴിയുമ്പോഴേക്കും, അതായത് കോളേജിലേക്ക് അയക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധ വേണമെന്നാണ്. അപ്പോൾ ഈ 5ാം ക്ലാസ്സിലേക്ക് പണ്ടൊക്കെ 1ലാണല്ലോ ചേർക്കുക. അപ്പോൾ അമ്മമാരുടെ ആ ട്രെയിനിങ് കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രനായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഉയരുകയാണല്ലോ, മനസ്സ് ഉയരുക. അപ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ അപ്പോൾ കുട്ടി വളരുന്ന നേരത്തെ ആ ഓരോ കുട്ടിക്ക് ബുദ്ധി ഇങ്ങനെ വികസിക്കുന്ന നേരത്തെ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ആ കുടുംബത്തിൽ നിന്ന് ലഭിച്ച അറിവിൽ നിന്ന് ശേഷം ഗുരുനാഥനിൽ നിന്നും നമുക്ക് ലഭിക്കാൻ പോവാണ്. അപ്പോൾ എന്ത് വേണം? നമ്മുടെ മനസ്സെപ്പോഴും പരിശുദ്ധമായിരിക്കണം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മനസ്സെന്താണ് അറിയോ? വെറും ഒരു പൊള്ളയാണ്, ഒരു പ്ലവം. ഇപ്പോൾ ചില അമ്മമാർ ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, സത്യം കേട്ടാ അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. കാരണം എന്താ അറിയോ? ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ബോക്സാ. ഒരു മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ബോക്സ്, ഒരു ബോക്സാ. ആ ബോക്സിന് 5 വാതിലാണ്. കണ്ണൊരു വാതിലാണ്. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 വാതിലുകളാണ് ഈ മനസ്സിന്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ ബോക്സിൽ ഒന്നുമില്ല. ആ പെട്ടിയിൽ നിന്ന് നമ്മൾ വല്ലതും എടുക്കണമെങ്കിൽ എന്ത് വേണം? ആ പെട്ടിയിൽ നമ്മൾ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു കുട്ടി ജനിച്ച കാലി ബോക്സാണ്. പിന്നെ ഈ ബോക്സിൽ എന്താ നിറയ്ക്കണമെന്ന് വെച്ചാൽ, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അമ്മമാരെ എന്ത് പറയുന്നു?
അത് കുട്ടിയിൽ ഗർഭിണിയാവുമ്പോൾ തന്നെ 9 മാസം അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ അമ്മ ചിന്തിക്കുന്നത്, അമ്മ കാണുന്നത്, അമ്മ കേൾക്കുന്നത് എല്ലാം തന്നെ ആ ബോക്സിൽ വരും. അപ്പോൾ അതും ഇങ്ങനെ വളർന്നു വരും. ജനിച്ചു കഴിഞ്ഞാലോ വീട്ടിൽ സംസാരം ഉണ്ടാവും, അച്ഛനും അമ്മയും സംസാരം, പിന്നെ അത് കുട്ടി. അപ്പോൾ ഈ വീട്ടിൽ അച്ഛനും അമ്മയും നല്ലത് സംസാരിച്ചാലേ കുട്ടിയുടെ സംസാരം നല്ലതായിട്ട് വരും. അപ്പോൾ ചില അമ്മമാർ പറയുമ്പോൾ ഈ സങ്കടം തോന്നാറുണ്ട്. കാരണം എന്താ, നീ എൻ്റെ വയറ്റിൽ എന്നെ പ്രസവിച്ചോ എന്ന് ചോദിക്കണ അമ്മമാരുണ്ട്. കാരണം എന്താ അറിയോ, ഈ അമ്മ പറഞ്ഞു കൊടുക്കാത്തത് കുട്ടിക്ക് കിട്ടില്ലോ. ഈ ബോക്സിൽ ഇട്ടതല്ലേ ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറ്റൂ. അപ്പോൾ ചില വീടുകളിലേക്ക് എനിക്ക് തോന്നാറുണ്ട്, ഈ അച്ഛനമ്മ ഗംഭീര തലൂട്ടായിരിക്കും. അച്ഛനമ്മ ഗംഭീര തല്ലൂട്ടായിരിക്കും. എന്തൊക്കെ വർത്താനം പറയാമെന്ന് നമുക്ക് വേദിയിൽ പറയാൻ പറ്റുക. പറയുമ്പോൾ ഒരു 3 വയസ്സായ കുട്ടി വീട്ടിലുണ്ടാവും. അപ്പോഴാണ് വാതിലേക്ക് ആരെങ്കിലും മുട്ടിക്കഴിഞ്ഞാലോ പിന്നെ അയ്യോ പിന്നൊരു സ്നേഹമുണ്ട്. അപ്പോഴേക്കും ആൾ വന്നൊന്നും ഒരു മിണ്ടില്ല. ആൾ പോയി കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടാവില്ല എന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെയുള്ള അച്ഛനമ്മമാർ മനസ്സിലാക്കണം, അവിടെ കേൾക്കാൻ 3 വയസ്സായ ഒരു കുട്ടിയുണ്ടായിരുന്നു. ഈ അച്ഛനമ്മമാർ പറഞ്ഞത് ആ കുട്ടി കേട്ടിരിക്കും. അങ്ങനെയാണ് കുട്ടികളുടെ ഈ പുറത്തേക്ക് സംസാരം വരുന്നത്. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത്, രാമായണത്തിലെ ഓരോ സ്തുതികളും ഓരോ സംവാദങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നത് നമ്മുടെ വീട്ടിലായാലും കുടുംബത്തിലായാലും എവിടെയായാലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വരും തലമുറയെ ഉയർത്തിയെടുക്കുന്നത് ആദ്യം കുടുംബങ്ങളിൽ നിന്നാണ്. ആ കുടുംബങ്ങളിൽ ഇത്തരം രാമായണ സ്തുതി മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അവർ കേട്ട് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നിന്നും വരുന്നത് ഭക്തിസാന്ദ്രമായ വാക്കുകളായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.